പ്രിയപ്പെട്ട രൂപത വികാരികൻ മോൺസിഞ്ഞോർ ജോസഫ് കൊഴിഞ്ഞാലിൽ, ബഹുമാനപ്പെട്ട കൊറോണ വികാരിയച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട ദല്ലാളന്മാരെ, പ്രൊവിൻസിലമ്മമാരെ, പരിസരമുള്ള സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, നമ്മുടെ വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഇവിടെ DST സന്യാസിനി സമൂഹത്തിൽ ഔദ്യോഗികമായ അംഗങ്ങളായിട്ട് 5 പേരെ നമ്മൾ ചേർക്കുകയും മറ്റ് 5 സമർപ്പിതര് നിത്യവ്രതം എടുക്കുകയും ചെയ്യുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. മാതാപിതാക്കളും അയൽപക്കക്കാരും സ്വന്തക്കാരുമെല്ലാം ധാരാളം വൈദികരും ഈ വലിയ സന്തോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഉടുപ്പിടിയിൽ കർമ്മത്തിലും വ്രതവാഗ്ദാനത്തിലും സഭയ്ക്ക് പൊതുവെയുള്ള താല്പര്യമാണ് ധാരാളം വൈദികരുടെയും സമർപ്പിതരുടെയും എല്ലാം സാന്നിധ്യം എടുത്തു കാണിക്കുന്നത് എന്ന് ആഹ്ലാദത്തോടു കൂടിയാണ് ഓർക്കുകയാണ്. DST സമർപ്പിത സമൂഹം നമ്മുടെ സഭയിൽ നിർണായകമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. വളരെ വിലപ്പെട്ട ശുശ്രൂഷകൾ അവർ ചെയ്യുന്നുണ്ട്. MSP ഫാദേഴ്സിനോട് ചേർന്ന് കൂടുതലായ മിഷൻ കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ നല്ല ഒരു മിഷനറി ചൈതന്യം തോമാസ് വിഹാരിയുടെ ഈശോ അനുഭവത്തോട് ചേർത്ത് വച്ചുകൊണ്ട് നല്ല മിഷണറിമാരാകാനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കുകയും അതിൽ തിരക്കേടില്ലാത്ത വിധത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സമർപ്പിത സമൂഹമാണ് ഡോക്ടേഴ്സ് ഓഫ് സെയിന്റ് തോമസ്. അവർ നമ്മളുടെ രൂപതയിലും രൂപതയ്ക്ക് പുറത്തും നോർത്ത് ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ അവരുടെ സാന്നിധ്യത്തിൻ്റെ ഒരു തനിമ ആ സമൂഹം കണ്ടെത്തുകയും താല്പര്യപൂർവ്വം അവരോട് പെരുമാറുകയും ചെയ്യുന്നതെല്ലാം കാണാനായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ദൈവകൃപയാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കരുതൽ നമ്മോടൊത്തുണ്ടെങ്കിൽ മാത്രമേ നല്ലതുപോലെ ജീവിക്കുവാനും ഈശോയോട് ചേർന്ന് തോമാസ് ശ്ലീഹായോട് ചേർന്ന് മാതൃസഭയോട് ചേർന്ന് പെരുമാറാൻ നമുക്ക് സാധിക്കുകയുമുള്ളൂ. ഇന്നത്തെ തിരുവചനം ലൂക്കാസ് സുവിശേഷകന്റെ രചനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 2 സ്ത്രീകളെ കുറിച്ച് മാത്രം പറയുന്ന തിരുവചന ഭാഗം. ലൂക്ക മനഃപൂർവ്വം ലാസറിനെ മറച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ലൂക്കായ്ക്ക് ഒരു പ്രത്യേക ലക്ഷ്യം അതിലൂടെയുണ്ട്. ഈ 2 സ്ത്രീകളെ 2 സുവിശേഷങ്ങളായിട്ട് 2 വലിയ ജീവിത വീക്ഷണങ്ങൾ ഭാവിയിൽ നൽകാൻ പോകുന്ന വ്യക്തികളായിട്ട് എടുത്തു കാണിക്കുകയാണ്. ആ സുവിശേഷ ഭാഗത്തിലൂടെ എക്കാലവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ സുവിശേഷം, അല്ലെങ്കിൽ സുവിശേഷത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്ന് മാത്രമല്ല, ആ സ്ത്രീകൾ തന്നെയാണ് യഥാർത്ഥ സുവിശേഷം എന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. യഹൂദ സിനഗോഗുകളിൽ സ്ത്രീകൾ സാധാരണഗതിയിൽ പോകാറില്ല. സിനഗോഗുകളിൽ വെച്ചുള്ള ക്ലാസ്സുകളിൽ അവർ അധികം പങ്കെടുക്കാറില്ല. അവരുടെ ഒരു ക്രമം ആ തരത്തിലാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈശോ ആ വീട്ടിൽ ചെന്ന് 2 സ്ത്രീകളോട് മാത്രമായിട്ട് വലിയ ദൈവവചന സന്ദേശം പങ്കുവയ്ക്കുകയാണ്. ഒരു സിനഗോഗിൽ പോലും
ഇത്ര ആഴമായിട്ടുള്ള ആത്മീയ ചിന്തകൾ പങ്കുവെച്ച തിരുവചന ഭാഗങ്ങൾ നമ്മൾ കാണുന്നില്ല. ഏത് സിനഗോഗിനേക്കാൾ വലുതായിട്ട് ബെഥനിയയിലെ ആ കുടുംബത്തെ കർത്താവ് പരിഗണിച്ചു. യഹൂദ സമുദായത്തിലുള്ള ഒരു കുറവ് കർത്താവ് പരിഹരിച്ച് എടുക്കുകയാണ്. സ്ത്രീകളിലൂടെ ദൈവത്തിൻ്റെ വചനം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് അന്നും ഇന്നും കുറേയെല്ലാം DSTക്കാര് ഇപ്പോഴും പരിഗണനയിൽ എടുക്കുന്ന ഒരു കാര്യമാണ് ദൈവവചന ശുശ്രൂഷകളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സ്വീകരിക്കുക എന്നത്. ഇവിടെയും വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. ആദിമസഭയുടെ ഒരു പ്രത്യേകതയായിരുന്നു വചനം പ്രഘോഷിച്ച് നടക്കുന്ന ആളുകളെ വീട്ടിൽ സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് അവർക്ക് വിശ്രമിക്കുവാനുള്ള അവസരം കൊടുക്കുക. DST സിസ്റ്റേഴ്സ് ആ കാര്യത്തിൽ വളരെ താല്പര്യമെടുത്ത് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ദൈവവചന ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരെ അവരെ അവരുടെ ഭവനങ്ങളിൽ സ്വീകരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് അവരുടെ ഒരു മിഷനായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള അവരുടെ ഹൗസുകളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം മറ്റ് അച്ഛന്മാരും അൽമായക്കാരായ മിഷണറി ശുശ്രൂഷകരുമൊക്കെ അക്കാര്യം എടുത്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബഥാനിയയിലെ ആ വീടിനോട് സാദൃശ്യമുള്ള ഒരു മിഷനറി ഭവനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സമർപ്പിത സമൂഹമാണ് നമ്മളുടെ DST സിസ്റ്റേഴ്സ്. അവർക്കെന്നും സഭയിൽ, സാർവത്രിക സഭയിലും ഈ ശുശ്രൂഷയുടെ മേന്മകൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കത്തക്ക വിധത്തിലുള്ള നല്ല ചിട്ടക്രമങ്ങളുമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ തിരുവചനത്തിൻ്റെ ഒന്ന് രണ്ട് ചെറിയ വിശകലനങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈശോ മർത്തായെ ശകാരിക്കുന്നത് മർത്ത അടുക്കളയിൽ വീട്ടിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടല്ല, ജോലി ചെയ്യുന്നതിന് താല്പര്യമുള്ളത് കൊണ്ടുമല്ല, ജോലി മോശമാണെന്ന് പറയാനുമില്ല. അതിലൂടെ ഈശോ നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്ന, എല്ലാ സമർപ്പിതരെയും എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇനറ്റൻറ്റീവ് ഇന്റീരിയർ ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അശ്രദ്ധ അപകടകരമാണ്. എല്ലാവരും പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ആത്മീയ കാര്യങ്ങളിലുള്ള അശ്രദ്ധ അപകടകരമായ ഒരു നിലപാടാണ്, ഒരു സമീപനമാണ്. ഈശോ വാസ്തവത്തിൽ ഒരു സ്പിരിച്വൽ പെഡഗോജി, ഒരു ആധ്യാത്മിക പ്രാധാന്യമുള്ള ഒരു ക്ലാസ് കൊടുക്കുകയായിരുന്നു ആ വീട്ടിൽ വെച്ച്. ഈ രണ്ട് സ്ത്രീകൾക്ക് ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ക്ലാസ്സാണ് ഈശോ എടുത്തു കൊടുത്തത്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു പൊരുള് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് ഓൾവേസ് മേക്ക് ഷുവർ ടു ബി മേരി ബിഫോർ ബിക്കമിങ് മർത്ത. അതാണ് ആ സുവിശേഷത്തിൻ്റെ എല്ലാ തിരുവചനങ്ങളിലും ഈശോ പറഞ്ഞു തരുന്നതാണ്. മർത്ത ആയിട്ട് പ്രത്യക്ഷപ്പെടാന്, ജീവിക്കാന് ഏത് അച്ഛനും ഏത് സമർപ്പിക്കും കൂടുതൽ എളുപ്പമാണ്. ഒരുപാട് ജോലികളിൽ ഏർപ്പെട്ട് അതിൻ്റെ പുറകെ നടന്ന പരിശുദ്ധ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം ഫങ്ഷണലിസം തലയ്ക്ക് പിടിച്ചതുപോലെ ഉള്ള ഒരു ഓടി നടപ്പ്. അതെളുപ്പമാണ്. ഈ തിരുവചനത്തിലൂടെ ഈശോ തരുന്ന ഒരു കറക്ഷൻ അതാണ്. ട്രൈ ടു ബി മേരി ബിഫോർ യു ബിക്കം എ മർത്ത. എളുപ്പമായിട്ടുള്ളത് ജോലിയിൽ ഏർപ്പെട്ട് അതെല്ലാം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു എന്ന് കാണിക്കുന്നതായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തുള്ള അന്തരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയുടെ ഉദ്ധാനവേളയിൽ സമർത്ഥരായ രണ്ട് ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും
ഒരുമിച്ച് ഈശോയുടെ ഖബറിലേക്ക് ഓടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവരൊരുമിച്ച് ഓടി. യോഹന്നാൻ ആദ്യം എത്തി, പക്ഷേ പത്രോസ് ആദ്യം ഇറങ്ങി. ഈശോ കൂടുതൽ സ്നേഹിച്ചിരുന്നത് യോഹന്നാനെ ആയിരുന്നു. പത്രോസ് ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് ഈശോയെ സ്നേഹിച്ചിരുന്നു. ഈശോ അത് ഉറപ്പുവരുത്തിയ കാര്യമാണ്. അവരുടെ ഓട്ടത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: മെല്ലിയോരും പേത്രും. പത്രോസ് മിടുക്കനാണ്, മെല്ലിയോരം പേത്രും, ഫെലീച്ചിയോരം യോവന്നാൻ. എന്നാൽ കൂടുതൽ മുഖത്ത് സന്തോഷമുള്ളത്, ഹൃദയത്തിൽ സംതൃപ്തിയുള്ളത് യോഹന്നാനാണ്. മെല്ലിയോരം പേത്രും, മിടുമിടുക്കനായ പത്രോസ്. അതിനേക്കാൾ അഗസ്തീനോസ് ഒരു ഊന്നൽ കൊടുക്കുന്നത് സന്തോഷവാനായിട്ട് കാണപ്പെടുന്ന യോഹന്നാനെയാണ്. ഈ മത്തായിയുടെയും മറിയത്തിൻ്റെയും തിരുവചനവും ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ ഒരു ഭൗതിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിടുക്കിനേക്കാൾ ദൈവവചനം വായിച്ച് പഠിച്ച് ഈശോയോട് കൂടുതൽ അടുപ്പത്തിൽ ജീവിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. നമ്മൾ സമർപ്പിതരാകുന്നത് അത്തരത്തിലാണ്. മാർപ്പാപ്പ ഒരിക്കലും പ്രസംഗത്തില് കാഷ്വലായിട്ട് പറഞ്ഞു, വർക്കഹോളിസം ഈസ് മോർ ഓർ ലെസ് ലൈക്ക് ആൽക്കഹോളിസം. ഒരു അഡിക്ഷനാണ്, അഡിക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും എപ്പോഴും പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് നമ്മൾ മുക്തി പ്രാപിക്കേണ്ടത് ദൈവവചനത്തോടുള്ള അടുപ്പം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം. നമ്മൾ ആ ഒരു മേഖല വിട്ടുകളഞ്ഞുകൊണ്ട് ജോലിയിൽ ഏർപ്പെടുമ്പോഴുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയാണ് മർത്ത ഈശോയോട് പറഞ്ഞത്. ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയ്ക്ക് ക്ലാസ് കൊടുക്കുകയാണ്. അതാണ് ഒരു ഫങ്ഷണലായിട്ടുള്ള വ്യഗ്രത നമ്മളെ കയറി പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. എന്നെ തനിയെ വിട്ടിരിക്കുകയാണ്, അവിടെ നിന്ന് തനിച്ചിരിക്കുകയാണ്. അതൊരു മാനസികമായിട്ടുള്ള നിലപാട് കൂടിയാണ്. ആ മാനസികമായിട്ടുള്ള തെറ്റായിട്ടുള്ള നിലപാടിനെ തിരുത്തി എടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈശോ ആ ഭവന സന്ദർശനത്തെ എടുത്തിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. PhD-ക്കാര് 5 പ്രതിനിധികൾ നല്ല ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അവര് നല്ല ഭാഗം, ബെറ്റർ പോർഷൻ, എനിക്ക് ദൈവവചനത്തോടാണ് ബന്ധം, വിശുദ്ധ കുർബാനയോടാണ് ബന്ധം, യാമപ്രാർത്ഥനകളോടാണ് ബന്ധം, ആ ബന്ധത്തിന്മേലാണ് ഞാൻ എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ കരുപിടിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ബോധ്യമാണ് നിങ്ങളെ 5 പേരെ ഈ തരത്തിൽ DST സമൂഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാറ്റഗറിയിലേക്ക് പെടുത്താനായിട്ട് പ്രേരിപ്പിച്ചത്. അതിന് പരിശുദ്ധപിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു ഹോം കമ്മിങ് നമ്മളിൽ വേണം. യഥാർത്ഥത്തിലുള്ള വീട് ഈശോയാണെന്നും തിരുവചനമാണെന്നും ആ വീട്ടിൽ നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഓറിയന്റേഷൻസ്, നമ്മൾ ആരാണ്, എന്താണ്, എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാകുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഒരിക്കൽ മത്തായെ മാത്രം കാറ്റഗറൈസ് ചെയ്ത് ഒരു റിമാർക്ക് ഒരിക്കൽ പറയുകയുണ്ടായി. മർത്ത carries a kind of a dictatorship of noise. ഈ ലോകത്തിൻ്റെ